ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലബാർ തരിക്കോഴി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് റംസാൻ സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഷാണ്. ഇത് ചപ്പാത്തി, പൊറോട്ട, പിന്നെ നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ്. പിന്നെ അതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3/4 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ മുറിക്കാം. ചെറിയ കഷ്ണങ്ങളായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ എല്ലുള്ള ചിക്കനാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് കഴുകിയതിന് ശേഷം വെള്ളം വാർന്നു പോകാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കണം. ഇതുപോലൊരു അരിപ്പയിലോ അല്ലെങ്കിൽ കണ്ണുള്ള ഏതെങ്കിലും പാത്രത്തിലിട്ട് മാറ്റി വയ്ക്കുക. കാരണം ഈ തരിക്കോഴി നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം വാർന്നു പോകാതെ അപ്പം തന്നെ ചിക്കൻ എടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒത്തിരി വെള്ളം വരും, കൂടുതൽ വെള്ളം വരും. അപ്പോൾ നമുക്ക് പിന്നെ അത് വറ്റിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ കറക്റ്റ് പരുവത്തിന് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ കഴുകിയതിന് ശേഷം ഇതുപോലെ വെള്ളം വാർന്നു പോകാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറായി ഇതിങ്ങനെ വെച്ചിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 10 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞു വയ്ക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വേണം. ഇതുപോലൊരു കഷ്ണം ഇഞ്ചി, ഇത്രയുള്ളൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും. 5 വലിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 7 എണ്ണമൊക്കെ എടുക്കാം. ഈ ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കനിലോട്ട് ചേർക്കുന്നത്. ഒന്നുകിൽ ഇടികല്ലുണ്ടെങ്കിൽ അതിനകത്തിട്ട് ചതച്ചെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടതൊരു 10 വറ്റൽമുളകാണ്. ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടാണ് ചിക്കനിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് ചതച്ചും അതുപോലെ ഈ വറ്റൽമുളകൊന്ന് പൊടിച്ചും എടുക്കാം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. ഒരുപാട് അരയണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ 1-2 തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു 2 തവണ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്ക് വറ്റൽമുളകും കൂടി പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് വറ്റൽമുളക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇതുപോലെ. അപ്പോൾ ഇനി നമുക്ക് ഈ തരിക്കോഴി തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു നാടൻ ടേസ്റ്റാണ് ഇതിന്, അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിനെ വഴറ്റി കൊടുക്കാം. പച്ചമണം നന്നായിട്ട് മാറണം, ഇതൊന്ന് മൂത്ത് വരണം, ചെറിയൊരു ബ്രൗൺ നിറം ആവണം. അപ്പോൾ അതുവരെ ഇത് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചെറിയ ഉള്ളിയുടെ നിറം മാറിയിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ട് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. ആദ്യം നമ്മൾ ഒന്ന് പൊടിച്ചു വെച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇത്രയും വറ്റൽമുളക് ചേർത്താലും ഒത്തിരി എരിവ് കാണത്തില്ല കേട്ടോ, ആവശ്യത്തിനേ ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ പിരിയൻ മുളകിൻ്റെ പൊടി. കാശ്മീരി മുളക് പൊടി തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ വറ്റൽമുളക് നിറയെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എരിവുള്ള സാധാരണ മുളക് പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി എരിവ് കൂടിപ്പോവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പൊടികൾ ഇനി നന്നായിട്ട് വഴറ്റി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല മൂത്ത ഒരു മണം വരണം, അതുപോലെ ചെറിയൊരു ബ്രൗൺ നിറം ആവും വേണം. അപ്പോൾ അതുവരെ ഇത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ വഴറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് എണ്ണ കുറവാണെന്ന് തോന്നിയാൽ ഒരല്പം കൂടി ഒഴിച്ചു കൊടുക്കാം, കാരണം ആവശ്യത്തിന് എണ്ണ ഇല്ലയെന്നുണ്ടെങ്കിൽ ആ പൊടികളുടെ പച്ചപ്പ് നന്നായിട്ട് മാറിക്കിട്ടില്ല. പൊടികൾ ഞാനിവിടെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം കൂടി എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ അത്രയും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് മൂത്ത് ചെറിയൊരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടുതലിട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ആ ചിക്കനിലോട്ട് മസാലയെല്ലാം നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കണം. ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരും, അതിൽ തന്നെ ഇത് വെന്തോളും. കാരണം നമ്മൾ ചിക്കൻ ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്കിനി അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് അതിനകത്തുനിന്ന് വരുന്ന വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. ഇടയ്ക്ക് നിങ്ങളൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അടിയിൽ പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇടയ്ക്കൊന്ന് നോക്കണം.
ഇപ്പോൾ ഇവിടെ ചിക്കൻ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇപ്പോഴും കണ്ടോ കുറച്ച് വെള്ളം ബാക്കിയുണ്ട് അതിൽ. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്നിട്ട് തന്നെ ഈ വെള്ളം അങ്ങ് വറ്റിച്ചെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാവണം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ വെക്കുമ്പോൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഒരല്പം കൂടി എണ്ണയുടെ ആവശ്യമുണ്ട് ഇതിൽ. കാരണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനൊരു 2 ടീസ്പൂൺ എണ്ണയും കൂടി അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് തീ കൂട്ടി ഇട്ടിട്ട് തന്നെ ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ചിക്കൻ കുറച്ചും കൂടി ഡ്രൈ ആയിട്ട് നല്ല മൊരിഞ്ഞ് വരണം. അപ്പോൾ അതുവരെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിനകത്ത് ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനം എത്ര എണ്ണ ഒഴിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. കുറച്ചെങ്കിൽ കുറച്ച് ഒഴിക്കാം, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതുപോലെ ഇത് തുടർച്ചയായിട്ട് ഇളക്കണമെന്ന് നിർബന്ധമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ആവണം. നല്ല ഡ്രൈ ആയിട്ട് ആ എണ്ണയിൽ കിടന്ന് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലബാർ തരിക്കോഴി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ മാത്രമല്ല കേട്ടോ, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊക്കെ മുറിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വെറുതെ നമുക്കിങ്ങനെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ വറ്റൽമുളകൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ശരിക്കുമുള്ള ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.